ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുട്ടി റെസിൻ ഫ്രെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ റെസിൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു പേപ്പർ കപ്പിലോട്ട് റെസിൻ ആൻഡ് ഹാർഡ്നർ 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് മാസ്ക് ഒക്കെ ഇട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ റെസിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് അതിട്ടത്. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക. വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിച്ചത്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മോൾഡ് ഞാൻ എടുത്തേക്കുന്ന 4 ഇഞ്ചിൻ്റെ മോൾഡാണ്. നമുക്ക് കുട്ടി ഫ്രെയിമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ മോൾഡ് മതി. അതിനകത്തോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ പാറ്റേൺസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്താലും റെസിൻ ഒഴിക്കുമ്പോൾ അതിന് തോന്നുന്ന രീതിക്കാണ് ലാസ്റ്റ് ഇങ്ങനെ സെറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണമെന്നില്ല, പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ നമ്മൾ കുറച്ച് പാറ്റേൺസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 12 hours ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി. അതിന് ശേഷം നമ്മൾ വേണ്ട പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി നിൽക്കുന്ന പിക്കാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് ബീഡ്സ് അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഫൈനൽ ലെയർ ഓഫ് റെസിനും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും കുറച്ച് ഒരു ഓവർനൈറ്റ് സെറ്റാവാൻ വെക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് മഴസമയം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം വെക്കണം. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട്